ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഡിണ്ടിഗൽ ഡി മണിയുടെയും ശ്രീകൃഷ്ണന്റെയും ബാലമുരുകന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെ മൂവരെയും വിട്ടയച്ചു. നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. രാവിലെ 10:30 മണിയോടുകൂടിയാണ് ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മൂവരും എത്തിച്ചേർന്നത്. ആദ്യം ബാലമുരുകനാണ് എത്തിച്ചേർന്നത്, അതിനുശേഷമാണ് ശ്രീകൃഷ്ണനും ഡി മണിയും എത്തിച്ചേർന്നത്. ദിണ്ടിഗൽ മണിയെ നേരത്തെ തന്നെ SIT സംഘം അവിടെ പോയി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി വിശദാംശങ്ങൾ തേടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ പരസ്പര വിരുദ്ധമായ മറുപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി മൂവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഡി മണിയുടെ സഹായികളാണ് ശ്രീകൃഷ്ണനും ബാലമുരുകനും. ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്കടക്കം മൂല്യമുള്ള സ്വർണ്ണങ്ങളടക്കം കൈമാറ്റം ചെയ്യുന്നതിൽ ഡി മുരളി ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്ന ആളിന് വലിയ ബന്ധമുണ്ട് എന്നതാണ് വ്യവസായിയുടെ മൊഴിയിൽ പറഞ്ഞത്. വ്യവസായിയുടെ ഈ പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SIT സംഘം വളരെ ഗൗരവമായി കേസ് പരിഗണിക്കുകയും ദിണ്ടിഗലിലെത്തി ഈ ഡി മണിയുടെ പരിശോധനകളും ചോദ്യം ചെയ്യലും നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഏകദേശം 10:30 മണിക്ക് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇപ്പോഴാണ്, അല്പം മുമ്പ് ആണ് ചോദ്യം ചെയ്യൽ അവസാനിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം മൂവരെയും വിട്ടയച്ചത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നെടുത്ത മൊഴിയും മറ്റ് അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളും വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയും ഒത്തുനോക്കേണ്ടതുണ്ട്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കേസിൽ സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യുകയും അത് വിൽപ്പന നടത്തിയതും എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതാണ് ഇനി പരിശോധിക്കുക. അത് ഇനി മറ്റ് മൊഴികൾ കൂടി ഒത്ത് നോക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ചോദ്യാവലി അടിസ്ഥാനത്തിൽ ഇവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ബന്ധമുണ്ടോ, എത്ര കാലമായി പരിചയമുണ്ട്, ഈ പറയുന്ന നിലവിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് ബന്ധം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഡി മണിയിൽ നിന്നും മറ്റ് 2 സഹായികളിൽ നിന്നും ചോദിച്ച് അറിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് ഈ പറഞ്ഞ കേസുമായി ഒരു തരത്തിൽ ബന്ധമില്ല എങ്കിൽ ഇനി ഈ കേസിൽ അവരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയില്ല. മറിച്ച് ഈ നേരത്തെ വ്യവസായം നൽകിയ മൊഴിയുമായും വെളിപ്പെടുത്തലുമായി ബന്ധമുള്ള ഗൗരവതരമായ ബന്ധം ഈ കേസുമായി ഇവർക്ക് ഉണ്ടെങ്കിൽ അവരെ വീണ്ടും വിളിച്ചു വരുത്തും. മൂവരിൽ നിന്നും ചോദ്യാവലി അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയ ശേഷമാണ് വിട്ടയച്ചത്. മറ്റ് സമാനമായ കേസുകളിൽ ആദ്യം പറഞ്ഞു കേട്ടിരുന്ന ഇവരെയും വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ മൂവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് കേസുമായി ആദ്യഘട്ടത്തിൽ ഈ മാധ്യമങ്ങളടക്കം പറഞ്ഞു കേൾക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. ഡി മണി തന്റെ ഒപ്പം വക്കീലമാരുടെ അഭിഭാഷകരുടെ സംഘമായിട്ടാണ് അവരെത്തിച്ചേർന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടാകണമെങ്കിൽ നിയമസഭാ സഹായം അടക്കം തേടുന്നതിന് വേണ്ടിയായിരിക്കും അങ്ങനെ മണി എത്തിയത്. പക്ഷേ അറസ്റ്റുള്ള അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രചരണങ്ങൾക്ക് ഇനി വസ്തുതാപരമായി ബന്ധമുണ്ടോ എന്ന കാര്യവും ഇനി SIT സംഘം കോടതിയിൽ സമർപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ വെളിവാകുകയുള്ളൂ. വിനിഷ.